നമസ്കാരം. ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി MA ഹിസ്റ്ററി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. പെർസ്പെക്റ്റീവ്സ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ് എന്ന പേപ്പറിലെ 4th ബ്ലോക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. യൂണിറ്റിന്റെ പേര് പ്രാക്ടീസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശങ്ങളും അതുപോലെ തന്നെ അതിന്റെ പ്രാക്ടീസ് നടപ്പിൽ വരുത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഡെവലപ്മെന്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ആൻഡ് സസ്റ്റൈനബിലിറ്റി എന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മനുഷ്യാവകാശങ്ങളും അതുപോലെ തന്നെ വികസനവും, മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ വികസനത്തെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ അവിടെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കേണ്ടതാണ്. അതായത് വികസന പ്രവർത്തനങ്ങൾ പലപ്പോഴും മനുഷ്യ വിരുദ്ധമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, പരിസ്ഥിതിക്ക് വിരുദ്ധമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ നടപ്പിൽ വരുത്താറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വികസനം എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാ കോണ്ടെക്സ്റ്റും കീറി പരിശോധിച്ച് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യാവകാശ ധ്വംസനങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ ഇതിന്റെ പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത്, വികസനം എന്നത് ഒരു ഇക്കണോമിക് ഗ്രോത്ത് മാത്രമല്ല, സാമ്പത്തിക വളർച്ച മാത്രമല്ല, അത് മനുഷ്യന്റെ ജീവിത നിലവാരം മെച്ചപ്പെടൽ കൂടിയാണ് എന്നതാണ്. ജീവിത നിലവാരം മെച്ചപ്പെടുക എന്ന് പറയുമ്പോൾ പണപരമായിട്ടുള്ള ഒരുപാട് ഭൗതിക സൗകര്യങ്ങൾ ലഭിക്കുക എന്നത് മാത്രമല്ല, വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാവുക, അതുപോലെ ശുദ്ധമായ അന്തരീക്ഷം, ശുദ്ധമായ വായു, വെള്ളം, മണ്ണ്, ഇതെല്ലാം ഉണ്ടാവുമ്പോഴാണ് ഒരു സുസ്ഥിതി, ഒരു വെൽബീയിങ് സാധ്യമാകുന്നത്. അപ്പോൾ ജീവിത നിലവാരം മെച്ചപ്പെടുന്നത് കൂടി ഈ നമ്മുടെ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. അതിന്റെ ഭാഗം തന്നെയാണ് മനുഷ്യാവകാശങ്ങള് വികസനത്തിന്റെ അടിസ്ഥാനമാവുക എന്നുള്ളത്. മനുഷ്യാവകാശത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിൽ വരുത്തേണ്ടത്. അപ്പൊ വികസന പദ്ധതികൾ എല്ലായ്പ്പോഴും ആസൂത്രണം ചെയ്യുമ്പോൾ മനുഷ്യാവകാശങ്ങളെ മാനിക്കണം. അവിടെ സമത്വത്തിനും അതുപോലെ എല്ലാവരുടെയും പങ്കാളിത്തത്തിനും ഒക്കെയുള്ള അതുപോലെ എല്ലാവരുടെയും ഉത്തരവാദിത്തങ്ങൾ കൂടി തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പദ്ധതികളാണ്. ദരിദ്രരെയും അതുപോലെ ദുർബല വിഭാഗങ്ങളെയും ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള പദ്ധതികളാണ് നടപ്പിൽ വരുത്തേണ്ടത്. ഗാന്ധിജിയുടെ ഒരു പെർസ്പെക്റ്റീവ് അനുസരിച്ചിട്ട് നമ്മളൊരു വികസന പദ്ധതി ആസൂത്രണം ചെയ്യുന്ന സമയത്ത് സമൂഹത്തിലെ ഏറ്റവും ദുർബലനായ വ്യക്തിക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനം ലഭിക്കുന്നു എന്നതാണ് പരിശോധിക്കപ്പെടേണ്ടത് എന്ന് ഗാന്ധിജി പറയുന്നുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മനുഷ്യാവകാശ വികസനം, ആരോഗ്യരംഗത്തെ വികസനം, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതും, തൊഴിലവകാശം, സാമ്പത്തിക സുരക്ഷ, ഇങ്ങനെ ഏത് കാര്യത്തെക്കുറിച്ച്, ഏത് മേഖലയിലുള്ള വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോഴും എല്ലാ മനുഷ്യർക്കും അതൊരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആണോ എന്നതാണ് പരിശോധിക്കപ്പെടേണ്ടത്. ഇനി വികസനം മനുഷ്യാവകാശങ്ങൾ ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതായത് മനുഷ്യാവകാശങ്ങൾ വികസനത്തിന് ഒരു ദിശാബോധം നൽകുന്നുണ്ട്. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായകമായിട്ട് വർത്തിക്കുന്നു എന്നത് മനസ്സിലാക്കുക. ഇനി ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. എന്താണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല്? അതായത് ഇന്നത്തെ തലമുറയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതോടൊപ്പം തന്നെ ഭാവി തലമുറയെയും കൂടി പരിഗണിച്ചുകൊണ്ടുള്ള വികസനം. അതായത് വരുന്ന തലമുറയുടെ വികസന ആവശ്യങ്ങളെ ബാധിക്കാത്ത തരത്തില് റിസോഴ്സസിനെയൊക്കെ വളരെ ഡിസ്ക്രിമിനേഷനോട് കൂടിയിട്ട് അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക. നമുക്ക് ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ പരിസ്ഥിതി ഒന്നും നമുക്ക് തീരെ ചൂഷണം ചെയ്യാതെ ഒരു വികസന പ്രവർത്തനം നടപ്പിൽ വരുത്താൻ സാധിച്ചുകൊള്ളണമെന്നില്ല. പക്ഷെ നമ്മൾ ഇത് മുച്ചൂടും ഉപയോഗിക്കാതെ ഭാവി തലമുറയെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഏറ്റവും വിവേചനത്തോടു കൂടിയുള്ള, വിവേകത്തോടു കൂടിയിട്ടുള്ള ഒരു സമീപനമാണ് ഈ മേഖലയിൽ സ്വീകരിക്കേണ്ടത്. അപ്പൊ ഈ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന ഒരു ആശയം മുൻനിർത്തിക്കൊണ്ട് 1987 ബ്രണ്ട്ലാൻഡ് റിപ്പോർട്ട് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് പ്രകാരം ഒരു 3 പില്ലേഴ്സ് ഫോർമുല, അതായത് 3 തൂണുകൾ, വികസനത്തിന് 3 തൂണുകളാണ്: ഇക്കണോമിക് ഗ്രോത്ത്, അതുപോലെ സോഷ്യൽ ഇക്വിറ്റി, അതുപോലെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ. അപ്പൊ സാമൂഹ്യ നീതി, പരിസ്ഥിതി സംരക്ഷണം, സാമ്പത്തിക വികസനം, ഈ 3 തൂണുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് വികസനം നടപ്പിലാക്കേണ്ടത് എന്നാണ് ബ്രണ്ട്ലാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി യുണൈറ്റഡ് നേഷന്റെ 2015 ഒരു 17 സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, അതുപോലെ ഹംഗ്രി ഫ്രീ വേൾഡ്, അതായത് വിശപ്പില്ലാത്ത ലോകം, എല്ലാവർക്കും
ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, ലിംഗസമത്വം, കാലാവസ്ഥ വ്യതിയാനങ്ങളൊന്നും ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സസ്റ്റൈനബിലിറ്റി ഉറപ്പുവരുത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഇതിന്റെ ഭാഗമായിട്ട് ഡിസ്കസ് ചെയ്യപ്പെട്ടു. മനുഷ്യാവകാശങ്ങളും സ്ഥിരതയും, അതായത് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് സസ്റ്റൈനബിലിറ്റി. ഒരു പരിസ്ഥിതിക്ക്, ശുദ്ധമായ പരിസ്ഥിതിക്കുള്ള അവകാശം, നല്ല ശുദ്ധമായ കുടിവെള്ളം, അതുപോലെ ശുദ്ധമായ മണ്ണും വായും ഒക്കെ ലഭിക്കാനുള്ള അവകാശം ഏതൊരു പൗരന്റെയും ഒരു മൗലികമായിട്ടുള്ള അവകാശങ്ങൾ, ആഗോള പൗരന്റെ മൗലിക അവകാശമാണ് നമ്മൾ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ. അപ്പൊ അത് ലഭിക്കാനുള്ള വിഘാതങ്ങൾ എന്തൊക്കെയാണോ, അല്ലെങ്കിൽ അതിന് എന്തൊക്കെ ചാലഞ്ചസ് ആണോ നേരിടുന്നത്, അതെല്ലാം ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് സസ്റ്റൈനബിലിറ്റി എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതായത് മനുഷ്യന് ശുദ്ധമായ കുടിവെള്ളം ഏതൊരു മനുഷ്യന്റെയും ഒരു മൗലിക അവകാശം, അല്ലെങ്കിൽ ഏതൊരു ജീവിയുടെയും മൗലിക അവകാശമാകുമ്പോൾ അത് ഇല്ലാതെയാകുന്ന അവസരങ്ങൾ, അതായത് കുടിവെള്ളത്തിൽ മാലിന്യം കലർത്തുന്നത്, അല്ലെങ്കിൽ വിഷലിപ്തമാക്കുന്ന കാര്യങ്ങള്, ഫാക്ടറികള്, അത് വികസനവുമായി ബന്ധപ്പെട്ട വ്യവസായവൽക്കരണം ഒക്കെ ആവാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കുടിവെള്ളം എന്ന മനുഷ്യന്റെ അടിസ്ഥാന അവകാശത്തെ, മൗലിക അവകാശത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിന് വേണ്ട പോംവഴി, പരിഹാരം അവിടെ കാണുക. അതാണ് സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ഫാക്ട് എന്ന് പറയുന്നത്, വികസനം ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ്. അപ്പോൾ വികസനത്തെ എങ്ങനെ സസ്റ്റൈനബിൾ ആക്കാം, സുസ്ഥിരമാക്കാം എന്നതാണ് ചിന്തിക്കേണ്ടത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.